ഓരോ റിയാലിറ്റി ഷോയിൽ ഇരുന്നു കൊണ്ട് ഓരോ പെണ്ണുങ്ങളും ആണുങ്ങളും കാണിക്കണ കണ്ട നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതാണ്. ഇതൊക്കെ കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ? ഒരു കമന്റ് ഇട്ട് കളയാം. നീയൊക്കെ എന്തിനാടി ഈ ഷോയിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ്. നീയൊക്കെ മാനവരാശിക്ക് തന്നെ അപമാനമാണ്. എവളൊക്കെ ഇനി പുറത്തിറങ്ങി ജീവിക്കരുത്. സൈബർ ബുള്ളിങ് കൊണ്ട് ആത്മഹത്യ ചെയ്യണം. ഒരു കമന്റ് കൂടെ ഇടാം. നീ വല്ലവന്റെയും കൂടെ കിടന്നല്ലേ ഈ ഷോയിൽ എത്തിയത്? ശവമേ. എങ്ങനെയുണ്ട്? വേറൊരുത്തൻ ഒരു കമന്റ് ഇട്ടിങ്ങനെ അവന്റെയൊക്കെ ഒരു PR ആണെന്ന് തോന്നുന്നു. ഇതൊരു ഗെയിം ഷോ അല്ലേ, അതിനെ അതിന്റെ രീതിയിൽ എടുത്താ പോരെ? ഇവനൊരു തിരിച്ചൊരു റിപ്ലൈ കൊടുക്ക. എടാ, നീയും ഇവരെ പോലെ ഉള്ളതായിരിക്കും, അതുകൊണ്ടാണ് നീ ഇങ്ങനത്തെ കമന്റ് ഇടുന്നത്. പട്ടി തെണ്ടി ഓരോന്നിരുന്ന് കാണിക്കണത്. ഇതൊക്കെ കുടുംബ പ്രേക്ഷകർ കാണണല്ലേ? എന്തോന്നിത്? ആര് വിളിക്കണത്? അയ്യോ, മുത്ത് വിളിക്കണ. ഹലോ ഹലോ ഹലോ. എന്താ മുത്തേ ഇപ്പൊ വിളിക്കണത്? എന്റെ ഹസ്ബൻഡ് ഇപ്പൊ വരും. ഇന്നേ എന്റെ ഹസ്ബൻഡിന് നൈറ്റാണ്. നമുക്ക് രാത്രി വിളിക്കാം. രാത്രി വിളിക്കണേ ഉമ്മ. ശരി, വെച്ചേക്ക് ഇപ്പൊ വരും. ശരി. ഈ റിയാലിറ്റി ഷോയിൽ എന്തൊക്കെ ഇരുന്ന് കാണിക്കുന്നത്? വീണ്ടും വിളിക്കണം. എന്താ? അതെ, ഒന്ന് കാണാൻ പറ്റൂ? ചേട്ടാ ഇപ്പൊ വരും, അതുകൊണ്ടല്ലേ ഇപ്പൊ വിളിക്കണ്ടെന്ന് പറഞ്ഞു. മുത്തല്ലേ, എന്റെ ചക്കരയല്ലേ. ചേട്ടാ വന്നു. വെക്ക്. ചേട്ടാ. ആ ചേട്ടാ, ഇത് നേരത്തെ എത്തിയോ? നീ എന്തെടുക്കാ അവിടെ? ഞാനേ മറ്റേ റിയാലിറ്റി ഷോ സോഷ്യൽ മീഡിയ മൊത്തം അത് തന്നെ. അതൊരു റീൽസ് കണ്ട് ഞാൻ കമന്റ് ഇട്ടതാണ്. എന്തൊക്കെ വൃത്തികേടാ. നിന്നെ പോലുള്ളവരൊക്കെ ഇരുന്ന് കാണുന്നതാണിത്. ഈ ഷോയെ കണക്ക് മാറ്റണം, മനസ്സിലായോ? ഞാനും 2 കമന്റ് ഇടാം, കാരണം കുടുംബ പ്രേക്ഷകർ കാണുന്നതാണ്. ഇതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അതന്നെ ചേട്ടാ. ചേട്ടനും ഇട്. ചേട്ടൻ നല്ല ക്ഷീണമുണ്ട്, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം ചേട്ടാ. ശരി, പോയിട്ട് വാ. ഞാനും ഒരു കമന്റ് ഇടട്ടെ. നീയൊക്കെ എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത്? ഇതിനേക്കാളും ഭേദം നീയൊക്കെ ആത്മഹത്യ ചെയ്യുന്നതാണ്. ശവങ്ങൾ അല്ല പിന്നെ. ഇത് നമ്മളെ പോലെയുള്ള മാന്യന്മാർക്ക് സഹിക്കാനോ കാണാനോ പറ്റില്ല. ഇത് നമ്മൾ പ്രതികരിക്കണം. ആരാ ഇത്? മുത്തേ, എന്താ ഇപ്പൊ വിളിച്ചത്? ഞാൻ വീട്ടിലാണ്. ഡ്യൂട്ടി കഴിഞ്ഞു. ഇന്ന് നൈറ്റാണ്. ഞാൻ നൈറ്റ് വിളിക്കാം. ഭാര്യയുണ്ട്. അതെ. എന്തെടുക്കുവാ? കുളിക്കാണോ? ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ രാത്രി വിളിക്കാം. ഓക്കെ, ശരി. വെക്ക്. ഉമ്മ. ശരി. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? റിയാലിറ്റി ഷോ. ഇതൊക്കെ എന്താ കാണിച്ചു കൂട്ടണത്?